അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് അവിടെന്ന് പറയുന്നു, മാലിക്, നരകത്തിന്റെ ഒരു ഭാഗത്തെ പടച്ചിറപ്പിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാണെന്ന് മാലിക് എന്ന് മലക്കിനോട് പറയുമ്പോ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, ജിബ്രീൽ, എങ്ങനെയാണ് ജിബ്രീൽ, എങ്ങനെയാ ഞാൻ ഈ നരകത്തെ കൊണ്ടുവരുന്നത്? എന്നെ കൊണ്ട് കഴിയില്ല ജിബ്രീല്, എന്നെ കൊണ്ട് കഴിയില്ല ജിബ്രീല് എന്ന് പറയുന്നു. പടച്ചിറപ്പിന്റെ തീരുമാനമോ അവസാന പടച്ചവന് 70,000 ചങ്ങലകൾ എടുത്തുകൊണ്ട് വരികയാണ്. 70,000 ചങ്ങലകൾ എടുത്തുകൊണ്ട് വരികയാണ്. മോനെ, ഒരു ചങ്ങലയുടെ വലിപ്പം എന്തെന്നറിയുവോ? ഞാനും നിങ്ങളും ചങ്ങല കാണുന്നവരാണ്. ആ ചങ്ങലയിലെ ഒരു കൊളുത്ത് കാണുന്നവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സഹാബാ, ആ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന, ആ നരകത്തെ വലിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി എടുക്കുന്ന ഒരു ചങ്ങലയുണ്ടല്ലോ, ആ ചങ്ങലയിലെ ഒരു കൊളുത്തുണ്ടല്ലോ, ഈ ദുനിയാവിനെക്കാളും വലുതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുള്ള 70,000 ചങ്ങലകൾ എടുത്തിട്ട് നരകത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് റബ്ബേ, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്, കോടാനുകോടി മലക്കുകള് അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഇതിന് സാരമല്ലല്ലോ, ഇതാരെങ്കിലും വെറുതെ പറഞ്ഞതല്ലല്ലോ, ഇതൊരു സാങ്കല്പിക കഥയല്ലല്ലോ. അള്ളയല്ലേ പറഞ്ഞത്, അള്ളയല്ലേ പറഞ്ഞത്. ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ടെന്ന് പടച്ച റബ്ബാ പറഞ്ഞത്. മോനെ, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എടാ, ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ടടാ. ഈ ദുനിയാവിലേക്ക് നീ എവിടെ പോയാൽ, എത്ര ആസ്വദിച്ച് നടന്നാൽ, മോനെ, ഒരു ദിവസം നീ എന്റെ മുന്നിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടവനാണെന്ന് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, ഇന്ന് നരകം പറഞ്ഞോ, ഖബർ പറഞ്ഞോ, പരലോകം പറഞ്ഞോ, മഹ്ശർ പറഞ്ഞോ, സിറാത്ത് പറഞ്ഞോ, മീസാൻ പറഞ്ഞോ, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് പറഞ്ഞു തന്നോ? മോനെ, ഇതൊക്കെ ഉണ്ടോ ഉസ്താദ്? വിശ്വസിക്കാൻ നമ്മളിൽ പലർക്കും മടിയാണ്. വിശ്വസിക്കാൻ നമ്മളിൽ പലർക്കും മടിയാ. ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിക്കുന്നവര്, മോനെ, ഉണ്ടടാ. നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കില്ലെങ്കിൽ വിശ്വസിക്കണ്ട. നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കടാ ചെറുപ്പക്കാരാ. പക്ഷേ നീ വിശ്വസിക്കുന്ന ഒരു സമയമുണ്ടടാ. ഇന്നതൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ട് നീ തള്ളിക്കളഞ്ഞാൽ ഇതൊക്കെ വരാനുണ്ടടാ പൊന്നുമോര്. കാണുന്ന ഒരു ദിവസമുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. നാളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ അതാ മാലിക് എന്ന മലക്കും തന്റെ അനുയായികളും കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചിറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ആ നരകമുണ്ടല്ലോ, ആ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ വിശ്വസിക്കാത്ത ചെറുപ്പക്കാരാ, വെറുതെയാണെന്ന് പറഞ്ഞ് കളിയാക്കി യുവത്തവേ, ഇതൊക്കെ ഉസ്താദന്മാരെ കള്ളം പറയുന്നതാണെന്ന് പറഞ്ഞ പെങ്ങള്, ഇതെല്ലാം ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ നീ അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് യാചിക്കുമടാ. നീ അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് യാചിക്കുകയാ. റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് യാചിക്കുന്ന തമ്പുരാനെ, റബ്ബനാ, എന്റെ രക്ഷിതാവേ, അബ്സർനാ, എല്ലാം എന്റെ
കണ്ണുകൊണ്ട് കണ്ടു തമ്പുരാന്. എല്ലാ ഞാൻ കണ്ടു റബ്ബേ. ഉസ്താദന്മാര് പറഞ്ഞു തന്നോ, ഖുർആൻ പറഞ്ഞു തന്നോ, പ്രവാചകന്മാര് പറഞ്ഞു തന്നോ, മാതാപിതാക്കള് പറഞ്ഞു തന്നോ. ഞാൻ വിശ്വസിക്കാത്ത നരകത്തിന് ഞാൻ ഇന്ന് എന്റെ കണ്ണുകൊണ്ട് കണ്ടു നാദാ. അത് കടന്ന് വിളിക്കുന്ന വിളി എന്റെ ചെവി കൊണ്ട് കേട്ട് തമ്പുരാന്. അല്ലാഹുവേ അതിന്റെ അട്ടഹാസം കേട്ട് റബ്ബേ എല്ലാ ബോധ്യമായി ഫർജിഅനാ ഒരവസരം കൂടെ എനിക്ക് താ എന്ന് യാചിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ആ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ അല്ലാഹു ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുമോ? അല്ലാഹു ആദ്യമായിട്ട് ആ പരലോകത്ത് വെച്ച് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താ? മനുഷ്യ, ഞാൻ നിനക്ക് തന്ന ആയുസ് നീ എന്തിനാണ് ചിലവഴിച്ചത്? എങ്ങനെയാ ചിലവഴിച്ചത്? നാളെ പടച്ചറപ്പിന്റെ കോടതിയിലെ ഒന്നാമത്തെ ചോദ്യമാ. മറുപടി കണ്ടെത്തിക്കോ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഈ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാതെ അവിടെ പണം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, അവിടെ ആൾബലം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, അവിടെ രാഷ്ട്രീയം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല. അല്ലാഹുവേ അവിടുത്തെ ഭരണാധികാരിയാരാ? അവിടുത്തെ ജഡ്ജിയാരെന്നറിയുമോ? ഇവിടുത്തെ കോടതിയിലെ പണം കൊടുത്താ രക്ഷപ്പെടാ, രാഷ്ട്രീയ ബലം കൊണ്ട് രക്ഷപ്പെടാ, അല്ലെങ്കിൽ ആൾബലം കൊണ്ട് രക്ഷപ്പെടാ, അല്ലെങ്കിൽ സ്വാധീനം കൊണ്ട് രക്ഷപ്പെടാ. ഏത് കള്ളനും ഏത് കൊലയാളിക്കും പടച്ചവനെ നിസാരമായി ഇറങ്ങി വരാ. പക്ഷേ അവിടുത്തെ കോടതിയിലെ ജഡ്ജിയാരെന്നറിയുവോ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബാ. അല്ലാഹു നീതിമാനാ, അല്ലാഹു നീതിമാനാ. ആ നീതിമാനായ പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് നിന്നെ കൊണ്ടുപോയി നിർത്തുമ്പോ അല്ലാഹു അവിടെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എടാ, നിനക്ക് ഞാൻ തന്ന ആയുസ് നീ എന്തിനാ ചിലവഴിച്ചത്? നിനക്ക് 30 കൊല്ലം തന്നല്ലോ, 40 കൊല്ലം തന്നല്ലോ, 50 കൊല്ലം തന്നല്ലോ, 60 വർഷം നിനക്ക് തന്നല്ലോ, എന്തിനാ ചിലവഴിച്ചതെന്ന് ചോദിക്കുമ്പോ പറയാനൊരു മറുപടി കണ്ടെത്തടാ ചെറുപ്പക്കാരാ. 2018 അല്ലാഹു നിനക്ക് 360 ദിവസം തന്നല്ലോ, നിനക്ക് അല്ലാഹു 1 കൊല്ലം തന്നല്ലോ. ഈ കഴിഞ്ഞു പോയ 1 കൊല്ലത്തിൽ നീ എന്തേ ചെയ്തതെന്ന് ഈ സദസ്സിലിരുന്നിട്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ചിന്തിക്കാനുള്ള സദസ്സാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, ഹസിബൂ ഖബല അൻ തുഹാസബൂ. വിചാരണയ്ക്ക് മുമ്പിൽ സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്യുന്നത്, അല്ലാഹുവിന്റെ വിചാരണ കടന്നു വരുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് നീ ഒന്ന് വിചാരണ നടത്തുന്നത് നല്ലതാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, പടച്ചവരെ കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, ഉമർ തങ്ങൾ ആരെന്നറിയുമോ? റസൂലുള്ളാഹിന്റെ തലയെടുക്കുന്നതിന് വേണ്ടി കടന്നുപോയ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ പടച്ചറപ്പിന്റെ ദീനിലേക്ക് കടന്നു വന്ന ഉമർതങ്ങളുണ്ടല്ലോ, ആ ഉമർതങ്ങൾ നടക്കുന്ന വഴിയിലൂടെ ഇബ്ലീസിന് നടക്കാ പേടിയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഈ ഉമറിനോടെങ്ങാണം അങ്ങനെ ചോദിച്ചാ കബറിന്റെ അകത്ത് മയ്യത്ത് കൊണ്ടുവച്ച് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് കബറിന്റെ അകത്ത് ഇറക്കി വെച്ച് പിടിമണ്ണ് വാരി എറിഞ്ഞ് പലകയിടത്ത് നിരത്തിയിട്ട് മീസാങ്കലിനും നട്ടിട്ട് എല്ലാവരും പോകുമ്പോ അതിനകത്ത് വരുന്ന മുൻകറും നക്കീറെന്ന് പറയുന്ന 2 മലക്കുകളുണ്ടല്ലോ, അവരെന്നോട് ചോദ്യം ചോദിച്ചാ, ഉമറേ നിന്റെ റബ്ബാരെന്ന് ചോദിച്ചാ ഞാൻ തിരിച്ചു ചോദിക്കും, നിന്റെ റബ്ബ് തന്നെയാ എന്റെ റബ്ബ്. ആ മലക്കിനോട് ഞാൻ തിരിച്ചു പറയും, നിങ്ങളുടെ 2 പേരുടെയും റബ്ബാരാണോ? ആ റബ്ബാട് എന്റെ റബ്ബെന്ന് ഞാൻ പറയുമെന്ന ചങ്കൂറ്റത്തോട് പറഞ്ഞ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ,
ആ ഉമർ തങ്ങളുടെ ജനാസ കുളിപ്പിക്കുന്ന സമയത്ത് ആ ഉമർ തങ്ങളുടെ ജനാസ കുളിപ്പിക്കുമ്പോ സഹാബികൾ വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. കാരണം ശരീരം മുഴുവനും പാട് കാണുകയാ. തന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും പടച്ചവനെ ചാട്ടവാറ് കൊണ്ട് തല്ലിയ പാട് കാണുകയാ. അല്ലാഹുവേ, അവിടെ നിന്ന് അന്വേഷിച്ചപ്പോ മയ്യത്ത് കുളിപ്പിച്ച സ്വഹാബികൾ അന്വേഷിച്ചു, ഈ പാടിന്റെ കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാത്രി തന്റെ വീടിന്റെ അകത്ത് കയറിയിരുന്നിട്ട് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ ഒറ്റയ്ക്ക് തന്റെ വീടിന്റെ അകത്ത് കയറിയിട്ട് ചാട്ടവാറ് കൊണ്ട് തന്റെ ശരീരത്തിലേക്ക് തല്ലിയിട്ട്, ഇന്ന് നീ അങ്ങനെ ചെയ്തല്ലോ, ഇന്ന് നീ പാപം ചെയ്തല്ലോ എന്ന് സ്വന്തം വിചാരണ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ഈ ഡിസംബർ 31 നിനക്കൊരു വിചിന്തനത്തിന്റെ, കഴിഞ്ഞുപോയ ഒരു വർഷക്കാലം നീ ചെയ്തു കൂട്ടിയതെ കുറിച്ച് നിനക്കൊരു ചിന്തിക്കാനുള്ള സമയമോ, ഒരു വിചാരണ നടത്താനുള്ള സമയമോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞതുപോലെ, ഹസിബൂ ഖബല അൻ തുഹാസബൂ. സിറാജിന് ഒരു വയസ്സ് കൂടിയിരിക്കുകയാണ്. 33ാമത്തെ വയസ്സിലേക്ക് ഞാൻ കടന്നു വരുമ്പോ, പടച്ചവനെ, ഈ ഒരു വർഷക്കാലം സിറാജന്റെ ചെയ്തത്, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കണ്ണുകൊണ്ട് കണ്ടത് പാപമോ, ചെവി കൊണ്ട് കേട്ടത് പാപമോ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമോ, കൈകൊണ്ട് പിടിച്ചത് പാപമോ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കോ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പാപമോ. ഓരോ ദിവസവും കോടാനുകോടി പാപം ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഇന്നത്തെ വേല വിചാരണയുടെ വേലാണ്. ഇന്നത്തെ വേല വിചാരണയുടെ വേല. ഓരോരുത്തരും ഈ സദസ്സിലിരുന്നിട്ട് ഞാൻ എന്റെ കാര്യം നോക്കാം, ഞാൻ എന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഞാൻ എന്താണ് ചെയ്തതെന്ന് ഞാൻ തന്നെ ചിന്തിക്കാം. ഇതുപോലെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. നീ നിന്റെ കാര്യം നോക്ക്, നീ നിന്റെ കാര്യം നോക്ക്. നീ നാളെ പരലോകത്ത് പോകുമ്പോ ആരും വരില്ലല്ലോ. അസ്റായിൽ വന്ന് വിളിക്കുമ്പോ നിന്റെ കൂടെ ആരും വരില്ലല്ലോ. ഭാര്യ വരില്ല, മക്കള് വരില്ല, കൂടപ്പറപ്പ് വരില്ല, കൂട്ടുകാര് വരില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും വരൂല, ഒരു സംഘടനയും വരൂല. മോനെ, ഒറ്റയ്ക്ക് പള്ളിക്കുടിയിലേക്ക് പോകേണ്ടവനാടാ. അല്ല തന്നെ അത് പറയുന്നുണ്ട്, അള്ളാഹു തന്നെ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അതാ മലക്കുൽ മൗത്ത് വിളിക്കുന്ന സമയത്ത് പോകാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഖുർആൻ ഒരായത്തിൽ അള്ളാഹു 2 പ്രാവശ്യം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് 2 സ്ഥലങ്ങളിൽ ഒരായത്തിൽ 2 പ്രാവശ്യം അള്ളാഹു പറഞ്ഞതെന്തെന്നറിയോ? നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഒരേ ഒരായത്തിൽ അള്ളാഹു 2 പ്രാവശ്യം പറഞ്ഞു. ഏതായത്തിലാ? യാ അയ്യുഹല്ലദീന ആമനൂ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് ഒരായത്തിൽ 2 പ്രാവശ്യം അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞതായ ഒരായത്ത് നമുക്ക് ഖുർആനിൽ കാണാം. എന്റെ അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഒരേ ഒരായത്തിൽ അള്ളാഹു 2 പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കട്. യാ 2ന്റെയും ഇടയിൽ അള്ളാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. മോനെ, ഇന്നത്തെ കുറിച്ച് ചിന്തിക്കടോ, നാളത്തെ കാര്യം നീകളോ. പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ കയ്യിൽ എന്താണെന്നുള്ളത് ഇന്ന് നീ ചിന്തിക്കാൻ ഖുർആൻ പറയുമ്പോ, ഈ ഡിസംബർ 31 ചിന്തിക്കാനുള്ള സമയമോ? കഴിഞ്ഞുപോയ ഒരു വർഷക്കാലം ചെയ്തു കൂട്ടിയ നന്മയെ കുറിച്ച്, പാവങ്ങളെ കുറിച്ച് അല്ലാഹുവേ ഒരു വിചാരണ നടത്തിയിട്ട് റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കഴിഞ്ഞ ഒരു കൊല്ലം നീ ചെയ്തതിനെ കുറിച്ച് നീ മാത്രം ചിന്തിക്കുക, വേറെ ആരും വേണ്ട. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചാട്ടവാർ എടുത്തിട്ട് സ്വന്തം തല്ലും.
സ്വന്തം തല്ലിക്കിട്ട് റൂമിൻ്റെ അകത്തിരുന്നിട്ട് ശരീരത്തിനോട് ചോദിക്കും, നീ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തു. നമ്മൾ ചാട്ടവാറ് കൊണ്ട് തല്ലണ്ട. നീ ചാട്ടവാറ് പോയിട്ട് ഒരു ഈർക്കൽ കഷ്ടം കൊടുത്തിട്ട് നീ തല്ലണ്ട. ഈ സദസ്സിലിരുന്നിട്ട് 2018 നീ ചെയ്തു കൂട്ടിയതിനെ മുഴുവനും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എന്തായിരിക്കും നിന്റെ മറുപടി? സ്വന്തമായിട്ട് നാട്ടുകാരെ നന്നാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നന്നാക്കാനല്ല, സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തി നോക്ക്. എന്നിട്ട് നീ ജയിച്ചവനാണോ തോറ്റവനാണോ എന്ന് തീരുമാനിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരും ചിന്തിക്കാനും നോക്കാനൊന്നും ഇരിക്കേണ്ട, ഒറ്റ തീരുമാനമേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് മുഴുവനും 99.3% പാവമാണ് ചെയ്തിരിക്കണേ. ഒരല്പമേ ഉള്ളൂ നന്മ പറയാൻ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചോദിക്കും, ഉസ്താദെ, ഈ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ ഞങ്ങൾ എവിടെ കൊണ്ട് കഴുകിക്കളയാനാ? ഈ ചെയ്തു കൂട്ടിയിരിക്കുന്ന പാപങ്ങൾ, ഒരുപാട് ജീവിതത്തിൽ പാപം ചെയ്തല്ലോ, ഈ പാപങ്ങൾ മുഴുവനും ഞങ്ങൾ എവിടെ കൊണ്ട് കഴുകിക്കളയാനാ? മോനെ, അതിനുള്ള മറുപടി അല്ല തന്നെ പറയുന്നുണ്ടാ. ഖുർആൻ എല്ലാം അല്ല പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ നീ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി അല്ല തന്നെ പറയുന്നുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്താ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹിൻ്റെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അള്ളാഹു പറഞ്ഞത് എന്താ? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞ എന്താ? നീ ചിന്തിക്കാത്ത എന്തെന്ന് അള്ള ചോദിച്ചാൽ, എടാ നീ ബുദ്ധിയുള്ളവനല്ലേ? അള്ള ചോദിച്ചൊരു ചോദ്യമുണ്ട്, എടാ നീ ചിന്തിക്കാൻ കഴിവുള്ളവനല്ലേ, എന്തേ നീ ചിന്തിക്കാത്ത? അള്ള ചോദിച്ചതാ, ചിന്തിക്ക്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എല്ലാത്തിനും മറുപടി പറയുന്നുണ്ട്. നിന്റെ ഒരു ചോദ്യം, എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അള്ളാഹു പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്തു പോയ പാവങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് ഏറ്റുപറയാ കഴിയുമോ? എടാ, എത്ര പാപം ചെയ്താലും നിനക്ക് അള്ളാഹു പുറത്തു തരും. നീ എത്ര കൊല ചെയ്തവനാകട്ടെ, എടാ 100 കൊല ചെയ്തവൻ അള്ളാഹു പുറത്തു കൊടുത്തല്ലോ. മക്കളെ കുടിച്ച് മൂടിയവൻ അള്ളാഹു പുറത്തു കൊടുത്തല്ലോ. എത്രയോ അപരാധികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തു. അതുകൊണ്ട് മോനെ, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. ചെയ്തു പോയ പാവങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ മനസ്സറിഞ്ഞുകൊണ്ട് പറയേണ്ട രീതിയിൽ നീ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞ അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അസ്മാഉൽ ഹുസ്ന പറഞ്ഞിട്ട് റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് എഴുന്നേറ്റ് നിന്നിട്ട്, അല്ലാഹ്, നീ എന്റെ യജമാനനാ തമ്പുരാന്, ഞാൻ നിന്റെ അടിമയാണ് തമ്പുരാന്, ഞാനൊരു സാധാരണ നിന്റെ അടിമയാണല്ലോ, നിന്റെ മുന്നിൽ യാചിക്കാമെന്നതാ. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോകാർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാകെ എന്നെ. അസ്മാഉൽ ഹുസ്ന പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയണമല്ലോ, നീ എന്റെ യജമാനനോ, ഞാൻ നിന്റെ അടിമയോ, ഞാൻ നിന്റെ അടിമയോ, നിന്റെ മുന്നിൽ യാചിക്കാമെന്നവനാണ് തമ്പുരാന്. പടച്ചവനെ, നിന്നെക്കാല് പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല. അല്ലാഹ്, നീ കാരുണ്യമാനോ, നീ ദയാലുവോ, നിന്റെ അടിമയുടെ കണ്ണ് നിറയുന്നത് നിനക്കിഷ്ടമല്ല തമ്പുരാന്. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു, എല്ലാം എന്റെ ശരീരം എന്നെ പിഴപ്പിച്ചതാ തമ്പുരാന്, എന്നെ ശൈത്താൻ നശിപ്പിച്ചതാണ് തമ്പുരാന്. അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ, വികാരം കൊണ്ട് ചെയ്തതല്ലോ, എല്ലാ പുറത്തു തരുടെയും അസ്മാഉൽ ഹുസ്ന പറഞ്ഞിട്ട് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ദുനിയാവിലെ ഈ സ്വർഗ്ഗത്തിൽ കുടിച്ചു മൂടിയിട്ട് വേണം നമുക്ക് പിരിയാ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് തൗബയുടെ ദിവസമാണ്, ഇന്ന് ദുആഇന്റെ ദിവസമാണ്. ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഇവിടെ കഴുകിക്കളഞ്ഞാൽ അല്ലാഹു പുറത്തു തരുമെന്ന് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, എന്റെ അടിമ എന്ത് പാപം ചെയ്താലും എന്നോട് ചോദിക്കാൻ പറ. നബിയോട് പറഞ്ഞു കൊടുത്തു. അവര് ചോദിക്കും, അല്ല എവിടാണെന്ന്. നബിയോട് ചോദിക്കും, അല്ല എവിടാണെന്ന് ചോദിക്കുമ്പോ പറയണം, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി
ഫല്യസ്തജീബു ലി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. അവർ ചോദിക്കും നബിയെ, ഞാൻ വിളിച്ചാൽ എവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അല്ലാഹ് എവിടെ ഇരിക്കുന്നു അവർ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം, ഈ കണ്ണിന്റെ നരമ്പുണ്ടല്ലോ, ഈ കണ്ണിന്റെ നരമ്പ് അവനിലേക്ക് അടുത്തിരിക്കുന്നതിനേക്കാൾ ഞാൻ അടുത്തുണ്ട്, എന്നോട് ചോദിക്കാൻ പറഞ്ഞ നബിയെ ഞാൻ പുറത്തു കൊടുക്കാമെന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യൂനുസ് നബി കടലിന്റെ ഉള്ളറയിൽ കടന്ന് മീനിന്റെ വയറ്റിൽ കിടന്നിട്ട് ഒരൊറ്റ ദിക്റേ പറഞ്ഞുള്ളൂ, ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ പറഞ്ഞതുകൊണ്ടാ യൂനുസ് നബി മീനിന്റെ വയറ്റിൽ നിന്ന് കരയിലേക്ക് കയറിയത്. ഇല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അവിടെ കടക്കേണ്ടി വരുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് കബൂലാക്കുമാറാകട്ടെ. അപ്പൊ ദുആ ചെയ്യണം. നമ്മളൊക്കെ ആണെങ്കിൽ ഒരുപാട് കാലം കൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്. വെറുതെ ദുആ ചെയ്ത് സ്വീകരിക്കൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെറുതെ അങ്ങോട്ട് നിന്നിട്ട് കളന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച അള്ളാഹു ദുആ സ്വീകരിക്കൂല. ദുആ ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം. ഒരു മനുഷ്യന്റെ ദുആ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ 6 കാര്യങ്ങൾ നേരെയായാലേ അവന്റെ ദുആ അള്ളാഹു സ്വീകരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചുമ്മാതെ തലകുത്തി കിടന്നിട്ട് നീ കഅബയുടെ കില്ല പിടിച്ചിട്ട് കരഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം. 6 കാര്യങ്ങൾ സൂക്ഷിച്ചിട്ട് ദുആ ചെയ്താലേ നിന്റെ ദുആയ്ക്ക് ഇജാബത്തുള്ളൂ, അല്ലാഹ് കേൾക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് തള്ളപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. എങ്ങനെ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്താൽ ഇന്നത്തെ സദസ്സിലെ ദുആ അള്ളാഹു സ്വീകരിക്കൂലേ? സ്വീകരിക്കൂലേപ്പാ? ഇതപ്പോ ഒരു പിണക്കം സ്വീകരിക്കൂ ഇല്ലേ? ഉറപ്പുള്ളവരൊക്കെ കൈപൊക്കി. ഇന്നത്തെ ദുആ അള്ളാഹു, നീ എന്തിനാ മോനെ നിക്കണേ, ഈ ചങ്ങാതി എന്തിനു നിൽക്കണം, ഒരു കസേരയിട്ട് കൊടുപ്പാ, അപ്പുറകിരിക്കണം, ഓ നിൽക്കണാണ് എനിക്ക് സങ്കടം, ഞാൻ നിന്നുള്ള നീരുന്നു പെട്ടെന്നിരുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കൈപൊക്കാൻ പറഞ്ഞപ്പം പലരും പൊക്കിയില്ല. പൊക്കാത്തവനെ ഇപ്പം ഞാൻ മറുപടി തരാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തൊരു മനുഷ്യനെ കൊണ്ടുവരും. എന്നിട്ട് നോക്ക്, അള്ളാഹുവിന്റെ മുന്നിൽ നാളെ പരലോകത്തൊരു മനുഷ്യനെ കൊണ്ടുവന്നു. ആ മനുഷ്യനെ കൊണ്ടുവന്ന സമയത്ത് അള്ളാഹു ആ മനുഷ്യന്റെ അമലുകളൊക്കെ നോക്കി, ഒന്നുമില്ല, പോകാന്ന് പറഞ്ഞ് നരകത്തിലോട്ട്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, നാളെ പരലോകത്തൊരു മനുഷ്യനെ കൊണ്ടുവന്നു. ആ മനുഷ്യന്റെ ജീവിതത്തിൽ നന്മയെന്ന് പറയാൻ ഒന്നുമില്ല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ മനുഷ്യനെ നരകത്തിൽ കൊണ്ടുപോകാൻ. അങ്ങനെ മലക്കുകൾ ഈ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ ആ മനുഷ്യനെ ഇങ്ങനെ നരകത്തിലേക്ക് വലിച്ചിടച്ചു കൊണ്ടുപോകുമ്പോ ഇവ അള്ളാനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അള്ളാഹുവിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഇവനൊന്ന് കരഞ്ഞു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിച്ചു, അവിടെ നിന്ന് ചോദിച്ചു, എന്തിനാടാ എന്നെ നോക്കുന്നേ, എന്തിനാ എന്നെ നോക്കി കരയുന്നേ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, യാ റബ്ബി തദ്കിറു ഖൗലക, അല്ലാഹുവേ നിന്റെ ഖുർആനിലെ ഒരു വാചകം എനിക്ക് ഓർമ്മ വന്നു തമ്പുരാനെ. നിന്റെ ഖുർആനിലെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു വാചകം എനിക്ക് ഓർമ്മ വന്നു തമ്പുരാനെ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ നോക്കിയിട്ട് കരഞ്ഞതെന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, നിനക്ക് ആ ഓർമ്മ വന്ന ആയത്തേതാ? എന്റെ ഖുർആനിലെ ഏത് വാചകമാണ് നിനക്ക് ഓർമ്മ വന്ന് ചോദിക്കുമ്പോ റബ്ബുൽ ഗഫൂറുർ റഹ്മാൻ, നീ ഗഫൂറാണ് റഹീമാണ് എന്ന പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ നോക്കിയിട്ട് കരഞ്ഞതെന്ന് പറയുമ്പോ അല്ലാഹു മലക്കുകളോട് പറയുന്നു, അവനെ വലിച്ചിടച്ചു കൊണ്ടുപോകാൻ, അവനെ നരകത്തിലേക്ക് വലിച്ചിടച്ചു കൊണ്ടുപോകാം. അതാ മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അതാ നരകത്തിന്റെ മുന്നിലെത്തുന്നതാ മധ്യഭാഗത്തെത്തുമ്പോ പിന്നെയും ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയാ. അപ്പോഴും അല്ലാഹു ചോദിച്ചു, എന്തിനാടാ നീ എന്നെ നോക്കിയിട്ട് കരയുന്നത്? ആ സമയത്ത് പറഞ്ഞില്ല, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ. അല്ലാഹുവിനോട് പറയുന്നു, യാ റബ്ബി തദക്കർതു ഖൗലക, നിന്റെ ഖുർആനിലെ ഒരു വാചകം എനിക്ക് ഓർമ്മ വന്നു തമ്പുരാനെ. അല്ലാഹു ചോദിച്ചു, ഏത് വാചകമാണ്? വമൻ യഗ്ഫിറു ദുനൂബി ഇല്ലല്ലാഹ്, പടച്ചവനെ എത്ര വലിയ പാപം ചെയ്താലും നീ പുറത്തു തരുന്നവനാണെന്നുള്ള ഖുർആനിന്റെ
വാചകം എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ടാണ് നോക്കിയതെന്ന് പറയുമ്പോ അല്ലാഹു മലക്കുകളോട് പറയുന്നവനെ നരകത്തിലേക്ക് വലിച്ചെറിയാ. അവസാനം അവന്റെ നരകത്തിന്റെ മുന്നിൽ കണ്ടു ചെല്ലുമ്പോ നരകത്തിന്റെ വാതിലിന്റെ മുന്നിൽ നിന്നിട്ട് ആ മനുഷ്യൻ പിന്നെയും തിരിഞ്ഞിങ്ങനെ നോക്കിയിട്ട് കരയുകയാ. അല്ലാഹു ചോദിച്ച്, എന്തിനാടാ എന്നെ നോക്കിയിട്ട് കരയുന്നത്? അല്ലാഹുവേ, വിശുദ്ധ ഖുർആനിലെ ഒരു വാചകം എനിക്ക് ഓർമ്മ വന്നു അല്ലാ, അതുകൊണ്ടാണ് നോക്കിയതെന്ന് പറയുമ്പോ ഏതാടടാ നിനക്ക് ഓർമ്മ വന്ന ആയത്ത്? യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം ശരീരങ്ങളോട് എത്ര വലിയ അക്രമം പ്രവർത്തിച്ചവരാണെങ്കിലും നബിയേ അവരോട് എന്നോട് ചോദിക്കാൻ പറ നബിയേ, എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും ഞാൻ പുറത്തു കൊടുക്കുന്നവനാണെന്നുള്ള ഖുർആനിന്റെ ആയത്ത് ഓർമ്മ വന്നിട്ട് നോക്കിയതാണെന്ന് പറയുമ്പോ അല്ലാഹു മലക്കുകളോട് പറയുന്നു, അവനെ വിടാതെ അതാ നരകത്തിന്റെ മുന്നിലേക്ക് നരകത്തിൽ വലിച്ചെറിയാൻ കൊണ്ടുപോയവനെ അല്ലാഹു തിരിച്ചു വിളിക്കുകയാ. അല്ലാഹു തിരിച്ചു വിളിച്ചിട്ട് പറയുന്നു, ഈ സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ദുനിയാവും അതിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള ഒരു സ്വർഗം ഞാൻ നിനക്ക് തരികയാ. എന്തിനാണെന്നറിയുവോ? എന്നെ കൊണ്ട് പ്രതീക്ഷ വെച്ചതിന്റെ പേരില്, അല്ലാഹുവിനെ കൊണ്ട് പ്രതീക്ഷ വെച്ചതിന്റെ പേരില് അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുത്തെന്ന് പ്രവാചകൻ അവിടെ പറഞ്ഞു തരുമ്പോ, സഹോദരാ, ദുആ ചെയ്താ സ്വീകരിക്കണോ? വെറുതെ ചെയ്താ പോരാ, വെറുതെ തൗബ ചെയ്താ പോരാ, നിസ്കരിച്ചിട്ട് കിടന്ന് കരഞ്ഞാ പോരാ. സദഖ ചെയ്തിട്ട് ദുആ ചെയ്യുന്നവരുണ്ട്, സുജൂദിൽ കിടന്ന് കരയുന്നവരുണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നവരുണ്ട്. എങ്കിലൊരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ റസൂലുള്ളാഹി പറയുകയാ, 6 നിയമങ്ങളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ വെറുതെ സ്വീകരിക്കൂല. എത്ര നിയമം? 6 നിയമങ്ങൾ പാലിച്ചിട്ട് ദുആ ചെയ്താലേ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമുക്ക് പഠിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ 6 കാര്യങ്ങൾ സൂക്ഷിച്ചിട്ട് ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കും. നിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയാൻ, ഒരാളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയാൻ 8 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾ ദുആ ചെയ്തു, ഈ ചെയ്ത ദുആ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയാനുള്ള വഴിയുണ്ട്. 8 അടയാളങ്ങളുണ്ട്. ആ 8 അടയാളങ്ങൾ ഉണ്ടെങ്കിൽ നീ ചെയ്ത കാര്യം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 6 പറയാൻ പറ്റി. ഇപ്പൊ തന്നെ 10:45 കഴിഞ്ഞു. ഇനി 1 മണിക്കൂറേ ഉള്ളൂ. ഈ 1 മണിക്കൂറിന്റെ ഉള്ളിൽ 6 പറഞ്ഞു തീർക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 6 പറയാം ഇൻഷാ അല്ലാഹ്. ബാക്കി 8 അടയാളം അടുത്ത സദസ്സിൽ എവിടെങ്കിലും വെച്ച് പറയാം. ഒരാളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചെങ്കിൽ 8 അടയാളം. ഇവിടെ പരിസരത്തെ കണ്ടൊരു പടി കണ്ടല്ലോ. ഇപ്പൊ തസ്ലീം എന്താ പള്ളത്തൂരോ? നിങ്ങളിതെല്ലാം കണ്ണെടുത്തി എഴുതി വെച്ചാൽ എനിക്കിങ്ങനെ അറിയാനാ. അപ്പൊ അൽഹംദുലില്ലാ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഒരു മനുഷ്യന്റെ ദുആ. നിങ്ങൾ ഇരിക്കൂലേ? ഇപ്പൊ ഒരു പിണക്കം എന്താ? എടാ, ഇത് വായിക്കണമെങ്കിൽ എനിക്ക് മലയാളം അറിയണം. ഈ സ്ഥലപ്പേര് തന്നെ വായിക്കണമെങ്കിൽ ഇത്തിരി പാടാം. എന്നാടാ നീ? 29-ാം തീയതി. എന്താ സ്ഥലപ്പേരെന്താ? പള്ളത്തൂർ. നീ എന്താ വേർക്കണത്? ഒരുപാട് വേർക്കും കേട്ടാ. ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ 6 നിയമങ്ങളുണ്ട്. അത് പാലിച്ചുകൊണ്ട് ദുആ ചെയ്താലേ അല്ലാഹു സ്വീകരിക്കൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വിഷമമൊന്നും ഇല്ലല്ലോ, പിണക്കൊന്നും ഇല്ലല്ലോ എന്നോട്? ചൊടിയുണ്ടാ? ഉണ്ടാർക്കെങ്കിലും? നിങ്ങൾക്ക് ആർക്കും ഞാൻ 5 നയാ പൈസ തരാനില്ലല്ലോ, പിന്നെ എന്തിനാ ചൊടിക്കണേ? നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബാധ്യത ഉണ്ടോ? ഹക്കടപാടുണ്ടോ? ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എനിക്കാണെങ്കിൽ എൻ്റെ ഫാമിലി ആയിട്ടൊന്ന് ഉംറ പലരും ഡേറ്റ് വയ്ക്കുന്നുണ്ട് കൊടുക്കായില്ലപ്പ. ഞാനൊന്ന് ഉംറയ്ക്ക് പോകണം എൻ്റെ മോനെയും കൊണ്ട്, എൻ്റെ ഭാര്യയും മക്കളെയും കൊണ്ട് എനിക്ക് ഇൻഷാ അല്ലാഹ് മാർച്ച് മാസം അവസാനം ഉംറയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ കാസർഗോഡുള്ള ഒരു ഗ്രൂപ്പിലാ പോണേ. കമ്മീഷനൊന്നും ഇല്ല, ആരും കണ്ടൊക്കെ കൂടിക്കോണം കേട്ടോ. കമ്മീഷൻ പണി തരുന്നില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടിക്കോണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെയൊക്കെ എൻ്റെ ഗ്രൂപ്പിൽ വരണം നിർബന്ധം എൻ്റെ ഒന്നും അല്ല, ഞാൻ പോണ ഗ്രൂപ്പിൽ വരണം നിർബന്ധമൊന്നുമില്ല. അത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കമ്മീഷൻ ഉണ്ട്, നിർബന്ധമില്ല. എല്ലാവരും മരിക്കുന്നതിന് മുമ്പ് മക്കത്ത് പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോകണ്ടേ? പോണോ അങ്ങനത്തെ ഒരു മടി കാണിക്കട. പറ മനുഷ്യ, പോണോ? ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹു ഇൻഷാ അല്ലാഹ് പറഞ്ഞവരെ മൊത്തം നീ അവിടെ എത്തിക്കണേ തമ്പുരാന്. പറയാത്തവനെ ഒരവസരം കൂടെ തരാം. ഒന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ഇനി പറയാത്തവന്റെ കാര്യത്തിൽ അള്ളാഹിനെ തീരുമാനിക്കട്ടെ. ഞാൻ എന്താ പറയാ, ഓനങ്ങനാണല്ലോ. ശൈത്താനെക്കാളും വലിയ ശൈത്താന്മാരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ദുആ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു മനുഷ്യന്റെ തൗബ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ? വമാ ഉമിറൂ إلا ليعبدوا الله مخلصين. ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുന്നുണ്ട്, ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താ. അതാ വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീൻ. ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്തെന്നറിയോ? അവന് ഇഖ്ലാസ് ഉണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഒന്നാമത്തെ നിയമം എന്തെന്നറിയുമോ? ഇഖ്ലാസോടുകൂടി ദുആ ചെയ്താലേ അല്ലാഹു സ്വീകരിക്കൂ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാതെ എത്ര കടന്ന് വിളിച്ച് കരഞ്ഞിട്ടും കൂവിയിട്ടും കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സുജൂദിൽ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഇഖ്ലാസോടുകൂടി ദുആ ചെയ്താലേ സ്വീകരിക്കൂ. ദുആ ചെയ്യുന്നതിന് ചില മര്യാദകളുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, റസൂലുള്ളാഹി പറയുന്ന സ്വഹാബ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നോക്കുമ്പോ ഒരു മനുഷ്യന് ശബ്ദമുയർത്തിയിട്ട് കടന്ന് വിളിച്ചുകൂടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യുകയാ. ആ മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മനുഷ്യ, കേൾവിയില്ലാത്തവനോടല്ല നീ കടന്ന് വിളിച്ചു പോകുന്നത്, കണ്ണിന് കാഴ്ചയില്ലാത്തവനോടല്ല നീ ചോദിക്കുന്നത്, കണ്ണിന് കാഴ്ചയുള്ളവനോടാണ്, ചെവി കേൾക്കുന്നവർ റബ്ബിനോടാ നീ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് നീ നിന്റെ ശബ്ദം താഴ്ത്തിയിട്ട് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോ ഒരുപാട് വിളിച്ചു കൂവിയിട്ടും ദുആ ചെയ്യാൻ പാടില്ല, അതുപോലെ ശബ്ദം താഴ്ത്തിയിട്ടും ദുആ ചെയ്യാൻ പാടില്ല. രണ്ടിന്റെയും മധ്യത്തിലെ ദുആ ചെയ്യാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ